റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങും, ഒരു ചുക്കും ചെയ്യില്ല. ഇന്ത്യൻ ഭരണകൂടം അമേരിക്കയോട് അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് ഇപ്പോൾ ശനികാലമാണ്. പണ്ടത്തെ പോലെ ലോക പോലീസ് ചവഞ്ഞ് വിരട്ടലൊന്നും നടക്കില്ല. റഷ്യയിലേക്ക് രണ്ട് അന്തർവാഹിനി അയച്ചപ്പോൾ തിരിച്ച് അമേരിക്കയിലേക്ക് റഷ്യ അയച്ചത് ബോംബർ വിമാനങ്ങളാണ്, ആണവ ബോംബ് ഘടിപ്പിച്ച വിമാനങ്ങൾ. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധം തുടരുകയാണ്. അതിനിടയിൽ അമേരിക്കയെ തള്ളി പറഞ്ഞുകൊണ്ട് ബ്രസീൽ രംഗത്തെത്തിയിരിക്കുന്നു. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാഷ്യോ ലുല ഡിസിൽവയാണ് അമേരിക്കയെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. ഡിസിൽവ പറയുന്നത് തന്നെ രാഷ്ട്രീയമായി അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിച്ചു എന്നാണ്. തൻ്റെ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നാണ്. സാമ്പത്തികമായി തകർക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ തൻ്റെ രാജ്യം കുലുങ്ങില്ല എന്ന് ബ്രസീൽ പറഞ്ഞിരിക്കുന്നു. ബ്രസീലിൻ്റെ കയറ്റുമതിയിൽ തീരുവയിടാൻ അമേരിക്ക തീരുമാനിച്ചത് തള്ളിക്കളഞ്ഞിരിക്കുന്നു ബ്രസീൽ പ്രസിഡന്റ്. ഇതിന് ബ്രസീലിന് ധൈര്യം നൽകിയത് ബ്രിക്സ് രാജ്യങ്ങളാണ്. ഇന്ത്യയും ചൈനയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും കരുത്തരായ റഷ്യയും ഒക്കെ അടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങൾ. അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ബ്രസീൽ നൽകിയിരിക്കുന്നത്. ഇനി ലോക പോലീസ് ചമഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കാൻ അറിയാം. ഞങ്ങളിൽ രാഷ്ട്രീയ അട്ടിമറി നടത്താൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ രാഷ്ട്രത്ത് രാഷ്ട്രീയ അട്ടിമറി നടത്താൻ ശ്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകും. ഇതൊക്കെയാണ് ബ്രസീൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ ശക്തമായ ഒരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് റഷ്യയ്ക്കുള്ള ആണവായുധങ്ങൾ അമേരിക്കയ്ക്കില്ല. അതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. ഉക്രൈനെ പിന്തുണച്ചുകൊണ്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോർ വാരിച്ചു അമേരിക്ക ഇതുവരെ. ഇപ്പോൾ അമേരിക്കയും റഷ്യയും മുഖാമുഖം നിൽക്കുന്നു. റഷ്യയ്ക്ക് പിന്തുണയുമായി ചൈനയുണ്ട്. റഷ്യയും ചൈനയും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയ്ക്കൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കും. ബെലാറസ് റഷ്യയുടെ സാമന്ത രാജ്യമാണ്. അങ്ങനെ പണ്ടത്തെ സോവിയറ്റ് യൂണിയനെ പോലെ തന്നെ ലോകത്ത് പല രാജ്യങ്ങളുമായും സൗഹൃദമുണ്ടാക്കാനും സാമ്പത്തിക ഇടപാടുകൾ നടത്താനും പുടിൻ തുടങ്ങിയിരിക്കുന്നു. ഉക്രൈൻ യുദ്ധമാണ് പുടിനെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തം. എന്തായാലും അമേരിക്കയും റഷ്യയും തമ്മിൽ മുഖാമുഖം നിൽക്കുമ്പോൾ ബ്രിക്സിൻ്റെ സ്ഥാപക രാജ്യമായ ബ്രസീൽ തന്നെ അമേരിക്കയെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത് ശ്രദ്ധേയം. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീൽ അമേരിക്കയുടെ സാമന്ത രാജ്യമായി കുറേ കാലം കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ലൂയിസ് ഡെസിൽവ അമേരിക്കയെ ശക്തമായി വിമർശിക്കുന്നു, അമേരിക്കയെ ശക്തമായി എതിർക്കുന്നു. ഉക്രൈൻ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. അതിനെ റഷ്യ തള്ളിക്കളഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് ഇന്ത്യയോട് പറഞ്ഞു. അത് ഇന്ത്യ തള്ളിക്കളഞ്ഞു. ഇങ്ങനെ അമേരിക്ക പറയുന്നതൊന്നും ഇപ്പോൾ ആരും കേൾക്കുന്നില്ലെന്നേ. ആകെ കേൾക്കുന്നത് കൊട്ടേഷൻ രാജ്യമായ ഇസ്രായേൽ മാത്രമാണ്. ഇസ്രായേലിനെ അമേരിക്കയുടെ കൊട്ടേഷൻ ടീമെന്ന് അല്ലെങ്കിൽ കൊട്ടേഷൻ രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അമേരിക്ക പറയുമ്പോൾ യുദ്ധം ചെയ്യും, യുദ്ധം നിർത്താൻ പറയുമ്പോൾ നിർത്തും. ഇറാൻ യുദ്ധത്തിൽ അത് കണ്ടതാണ്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ യുദ്ധത്തിന് ഇറങ്ങിയതും നല്ല അടി വാങ്ങി കൂട്ടിയതും. ഒടുവിൽ അബദ്ധം മനസ്സിലായപ്പോൾ, ഇറാൻ കീഴടങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ യുദ്ധം നിർത്താൻ അമേരിക്ക പറഞ്ഞു, ഇസ്രായേൽ യുദ്ധം നിർത്തി. ആ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംബന്ധിച്ചത് നാണക്കേടിൻ്റെ അധ്യായങ്ങൾ മാത്രം. ഇരുവരും നാണം കെട്ടുപോയെന്നേ ആ യുദ്ധത്തിൽ. പക്ഷേ ആ നാണക്കേട് മായ്ക്കാൻ വേണ്ടിയാണ് പല വീമ്പുകൾ ട്രംപ് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ശമിപ്പിച്ചത് താനാണെന്ന് ട്രംപ് പറയുന്നു. അതിന് മോദി മറുപടി പറഞ്ഞിട്ടില്ല. അതിന് മോദി മറുപടി കൊടുത്തു. പക്ഷേ 5 ജെറ്റ് വിമാനങ്ങൾ അമേരിക്ക വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞതിനൊരു കൃത്യമായൊരു മറുപടി മോദി പറഞ്ഞിട്ടില്ല. അത് പ്രതിപക്ഷം മോഡിയിട്ട് അലക്കുന്നുണ്ട്. എന്തായാലും ലോക പോലീസായി നിൽക്കാൻ ട്രംപ് ഇപ്പോഴും ശ്രമിക്കുന്നു. പക്ഷേ കളസംകീറിയ പോലീസാണെന്ന് മാത്രം. ഇപ്പോൾ ബ്രസീലും തള്ളി പറഞ്ഞിരിക്കുന്നു അമേരിക്കയെ. ബ്രസീൽ അമേരിക്കയുടെ സാമന്ത രാജ്യമായിരുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതാണ് പ്രസിഡന്റ് ലൂയിസിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ ശക്തമായി വരുമ്പോൾ ഡോളറിന്
ഇടിവ് സംഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. ബ്രിക്സ് രാജ്യങ്ങളെ ഒന്നാകെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ നാറ്റോ സഖ്യമായ തുർക്കിയൊക്കെ ബ്രിക്സ് രാജ്യങ്ങളിൽ പെടുന്നു എന്നത് വിരോധാഭാസം. എന്തായാലും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ബ്രസീൽ വന്നിരിക്കുന്നു. തങ്ങളുടെ രാജ്യത്ത് അട്ടിമറി നടത്താൻ ശ്രമിക്കരുത്, തങ്ങൾക്ക് മേൽ തീരുവ ഏർപ്പെടുത്തരുത്, ഏർപ്പെടുത്തിയാൽ വിവരമറിയും. ഇതാണ് ബ്രസീൽ പറഞ്ഞിരിക്കുന്നത്.